അക്ഷരമുറ്റം ക്യൂസ്. കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത്? ഉത്തരം ആർട്ടിക് ടോൺ. ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം മാഗ്നീസ്. അന്താരാഷ്ട്ര സമാധാന ദിനം. ഉത്തരം സെപ്റ്റംബർ 21. 2025 മുതൽ 2039 വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് തലമുറയാണെന്നാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബീറ്റ ജനറേഷൻ. 2025 G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം? ഉത്തരം കാനഡ. കണ്ടൽ ചെടിയിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ശ്വസന വേരുകൾ. 2025 സമാധാന ദിന സന്ദേശം? ഉത്തരം സമാധാനപരമായ ഒരു ലോകത്തിനായി ഇപ്പോൾ പ്രവർത്തിക്കുക. ഏതു വർഷം മുതലാണ് സമാധാന ദിനം ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം 1981 മുതൽ. ക്രിയോപെട്രോഫിലി ഏത് ജീവി വഴി നടക്കുന്ന പരാഗണമാണ്? ഉത്തരം വവ്വാൽ. മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ ആദ്യത്തെ അധ്യക്ഷ? ഉത്തരം ശ്വേത മേനോൻ. GCEDയുടെ പൂർണ്ണരൂപം? ഉത്തരം ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ. സമാധാനം എന്നത് എന്താണെന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്? ഉത്തരം നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സംസ്ഥാനത്തെ ആദ്യ സർക്കാർ AI റോബോട്ടിക് ലാബ് ആരംഭിച്ചതെവിടെ? ഉത്തരം മലപ്പുറം ജില്ല, പുറത്തൂർ ഗവൺമെൻറ് UP സ്കൂളിൽ. ഓഗസ്റ്റ് 12 ഏത് ജീവിയുടെ സംരക്ഷണത്തിനായുള്ള ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ആനയുടെ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ? ഉത്തരം വാൾട്ടർ G. റോസൻ. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ നേതാവ്? ഉത്തരം ജോസ് പെപ്പെ മുജിക്ക. കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയായാണ് ഡോക്ടർ A. ജയതിലക് സ്ഥാനമേറ്റത്? ഉത്തരം 50ാമത്തെ. ജലത്തിൻ്റെ ഓക്സിജൻ്റെ അളവുമായി ബന്ധപ്പെട്ട BODയുടെ പൂർണ്ണരൂപം? ഉത്തരം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അനിൽ B. നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വിരവണക്കം എന്ന തമിഴ് ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? ഉത്തരം സഖാവ് P. കൃഷ്ണപിള്ള. ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല? ഉത്തരം കണിക്കൊന്ന. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിൽ വന്ന സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ, 11 തവണ. 2025 വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത്? ഉത്തരം ഇഗ സിയാടെക്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത? ഉത്തരം നിർമ്മല സീതാരാമൻ. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന മോഡലിൻ്റെ പേര്? ഉത്തരം അറോറ. 2026 ബ്രിക് ഉച്ചകോടിയുടെ വേദി? ഉത്തരം ഇന്ത്യ. സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ 107ാമത് ദേശീയ ഉദ്യാനം? ഉത്തരം സിം ലിബാൽ ദേശീയ ഉദ്യാനം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഫാമർ.
രാത്രി 12-ന് ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റേതാണ്? ഉത്തരം അഖിൽ പി ധർമ്മജൻ. ഇന്ത്യയുടെ 22ാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഗുവാഹത്തി. മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ JNUവിലും വൈസ് ചാൻസലർ പദവി ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം കുലഗുരു. ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം? ഉത്തരം ഫുള്ളറിൻ. മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലുള്ള ബാക്ടീരിയ? ഉത്തരം റൈസോബിയം. കാൽഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? ഉത്തരം സമതല ദർപ്പണം. കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽ അല്ലാത്ത ആദ്യ ജില്ല? ഉത്തരം കോട്ടയം. 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വേദി? ഉത്തരം ഇന്ത്യ. ഗൗരാദേവി ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാണ്? ഉത്തരം ചിപ്കോ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി? ഉത്തരം എയർ ഇന്ത്യ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്? ഉത്തരം അഡ്രിനാലിൻ. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏതു വാതക നിയമമാണ്? ഉത്തരം ചാൾസ് നിയമം. ഖരപദാർത്ഥം ദ്രാവകമാകാതെ നേരിട്ട് വാതക വസ്തുവിലേക്ക് മാറുന്നതിനുള്ള പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ഉത്തരം ഉൽപ്പതനം. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ട് HMS ബീഗിൾ എന്ന കപ്പലിൽ ഡാർവിൻ സന്ദർശിച്ച ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്താണ്? ഉത്തരം ഇക്വഡോർ. സ്ത്രീകളിൽ ഒരു X ക്രോമോസോമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ജനിതക വൈകല്യം? ഉത്തരം ടർണർ സിൻഡ്രോം. റെറ്റിനയുടെ ഗോളാകൃതി നഷ്ടപ്പെടുന്നതിലൂടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന ന്യൂനത? ഉത്തരം അഗസ്റ്റിക് മാറ്റിസം. ആപ്പിൾ, കശുമാങ്ങ എന്നിവ ഏതിനം ഫലങ്ങൾക്ക് ഉദാഹരണമാണ്? ഉത്തരം കപടബലം. 2025 ജനുവരിയിൽ നിലവിൽ വന്ന നാഷണൽ ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം നിസാമാബാദ്, തെലുങ്കാന. ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോ ഡി ജനീറോ? ഉത്തരം ഇഞ്ചി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി? ഉത്തരം OR കേളു. ഹിറ്റ് ഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ IT വിദഗ്ധൻ്റെ ആത്മകഥയാണ്? അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥരെ പിടിക്കുവാൻ കേരളത്തിൽ വിജിലൻസ് നടപ്പാക്കിയ ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ MR ശ്രീനിവാസൻ. 128 പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടുകൂടി ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം? ഉത്തരം 274. അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോക്കി. ജീവകം B9ൻ്റെ രാസനാമം? ഉത്തരം ഫോളിക് ആസിഡ്. ഇന്ത്യൻ സൈന്യത്തിൽ സുബേദാർ പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? ഉത്തരം പ്രീതി രാജക്. ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത്? ഉത്തരം ആനിറിം പങ്കൽ. ധീരതയ്ക്കുള്ള സേനാ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത?
ഉത്തരം CR ലിനാലോഗ. 2025 സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയ്ക്കുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാനലി റിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. ഉത്തരം ശുഭ്മൻ ഗിൽ. ലോക ആരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി. ഉത്തരം ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്. ഉത്തരം ചെനാബ് റെയിൽവേ പാലം. കാശ്മീരിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് പാലം വരുന്നത്. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. ഉത്തരം ദിയു, ഗുജറാത്ത്. അജന്ത ഗുഹകളിൽ ചിത്രീകരിച്ച 5-ാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കപ്പൽ. ഉത്തരം INS കൗണ്ടിന്യ. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷം, പാമ്പ് വിഷം വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പോർട്ടൽ. ഉത്തരം സൂവിൻ. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ പഷ്മിന ആട്. ഉത്തരം നൗറി. 2025 മെയ് മാസം ടെറിട്ടോറിയൻ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം. ഉത്തരം നീരജ് ചോപ്ര. ഇക്കോ ടൂറിസം പോയിന്റ് ആയി പ്രഖ്യാപിക്കുവാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ആദ്യമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1973. ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്കിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? ഉത്തരം ദീപ ബസ്. ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം ഒരേയൊരു ഭൂമി. ദാദാ സാഹിബയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാ സാഹിബ് വാൽക്കയായി വേഷമിടുന്നത് ആരാണ്? ഉത്തരം അമീർ ഖാൻ. റഫേൽ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരം. ഉത്തരം നൊവാക് ദ്യോക്കോവിച്ച്. ഏതു വർഷമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചത്? ഉത്തരം 1972 ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി. എവിടെയാണ് 2025 പരിസ്ഥിതി ദിനാഘോഷം നടന്നത്? ഉത്തരം ദക്ഷിണ കൊറിയയിലെ ജെജു ദ്വീപിൽ. ജെജു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കിഴക്കൻ ഏഷ്യയുടെ മധ്യത്തിൽ. എന്നാണ് ലോക പുകയില ദിനം? ഉത്തരം മെയ് 31. ഡോക്ടർ ജി മാധവി ലത എന്ന വനിതയ്ക്ക് അടുത്തിടെ ഉണ്ടായ വാർത്താ പ്രാധാന്യം എന്തായിരുന്നു? ഉത്തരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയർ. മിസ് വേൾഡ് മത്സരത്തിൽ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായത് ആര്? ഉത്തരം സുധാ റെഡ്ഡി.
ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായതാര്? ഉത്തരം ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല? ഉത്തരം കോഴിക്കോട്. 2025 മെയ്യിൽ സംസ്ഥാനം ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിൻ്റെ കാരണമായ കപ്പൽ? ഉത്തരം MSC എൽസ. ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി? ഉത്തരം KG ബാലകൃഷ്ണൻ. ദളിത് വിഭാഗത്തിൽ നിന്നും രണ്ടാമതായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ വ്യക്തി? ഉത്തരം ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. റഫേൽ നദാലിനു ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരം? ഉത്തരം നൊവാക് ദ്യോക്കോവിച്ച്. 2025 പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം? ഉത്തരം ബ്രൈറ്റ് പ്രൊഡക്ട്സ്, ഡാർക്ക് ഇൻറ്റൻഷൻ ആൻഡ് മാസ്കിംഗ് ദ അപ്പീൽ. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ ആര്? ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണം? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയതാരാണ്? ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 മിസ് വേൾഡ് കിരീടം നേടിയതാരാണ്? ഉത്തരം ഒപാൽ സുജാത. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായി 2024 ശ്രീരാമൻ, ശ്രീബുദ്ധൻ എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ലാവോസ്. ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാൻ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൻ്റെ പേര്? ഉത്തരം മഡ്ലീൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ? ഉത്തരം സഞ്ജയ് മൽഹോത്ര. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത? ഉത്തരം സഫ്രീന ലത്തീഫ്. അടുത്തിടയ്ക്ക് GI ടാഗ് ലഭിച്ച റിൻഡിയ സിൽക്സ് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ്? ഉത്തരം മേഘാലയ. വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ? ഉത്തരം മെഡ് വാച്ച്. 2025 ജൂണിൽ അറബിക്കടലിൽ തീപിടുത്തത്തിനിടയായ കപ്പൽ? ഉത്തരം MV വാൻഹായ് 503. 2025 ജൂൺ മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത്? ഉത്തരം NVIDIA. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതയായത്? ഉത്തരം കത്രീന കൈഫ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിന വേദി? ഉത്തരം വിശാഖപട്ടണം. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിൻ്റെ പേര്? ഉത്തരം ഗ്യാൻ പോസ്റ്റ്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 14. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം?
ഉത്തരം ജൂൺ 7. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി. ഉത്തരം സിന്ദൂർ. രാജ്യത്തെ ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. ഉത്തരം ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം. 2024 ഉള്ളൂർ പുരസ്കാരം നേടിയത്. ഉത്തരം മഞ്ജു വെള്ളയാണി. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെസ്റ്റ് റൺ നടത്തിയത്. ഉത്തരം ജപ്പാൻ. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്കിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം. ഉത്തരം 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനും പൂർത്തിയാക്കാനും വേണ്ടിയുള്ള പദ്ധതി. ഉത്തരം സേഫ്. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ. ഉത്തരം ജീവധാര. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ. ഉത്തരം രുദ്രാസ്ത്ര. യിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ലോകത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ ഏകദേശം എത്രയാണ്? ഉത്തരം 820 കോടി. മനുഷ്യരുടെ അതിജീവനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അനുഭവങ്ങളുടെയും അടരുകളാണ്. ഉത്തരം നാടൻ കലകൾ. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ജനസംഖ്യ ഏകദേശം എത്രയാണ്? ഉത്തരം 146 കോടി. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽചെയറായ YD-1 നിർമ്മിച്ച സ്ഥാപനം. ഉത്തരം IIT മദ്രാസ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗ ഡോൾഫിൻ്റെ മറ്റൊരു പേര്. ഉത്തരം സൂസു. തോറ്റില്ല എന്ന രാഷ്ട്രീയ നാടകം രചിച്ചതാര്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇപ്പോഴത്തെ ISRO ചെയർമാനായ ഡോക്ടർ വി നാരായണൻ. തേനിൻ്റെ ശുദ്ധി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേര്. ഉത്തരം അനലിൻ ക്ലോറൈഡ് ടെസ്റ്റ്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 3. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത. ഉത്തരം ബാലാമണി അമ്മ. വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ ആദ്യ പേടകം ഏത്? ഉത്തരം ന്യൂ ഷെപ്പേർഡ്. ഏത് സംഘടനയാണ് ലോക ജനസംഖ്യ ആചരിക്കുന്നത്? ഉത്തരം യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്നു മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം 1989. ലോക ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ച മലയാളി ആര്? ഉത്തരം KC സക്കറിയ. ഇംഗ്ലീഷിൽ കഥാഗാനങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ബാലഡ്. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന 2016 HO3 എന്ന ഛിന്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാൻ ചൈന വിക്ഷേപിച്ച ദൗത്യം. ഉത്തരം തിയാവാൻ 2. അവസാനമായി ഇന്ത്യയിൽ സെൻസസ് നടന്ന വർഷം. ഉത്തരം 2011. എന്നാണ് ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് ഇന്ത്യയിൽ നടന്നത്? ഉത്തരം 1881. ലോക ജനസംഖ്യ 800 കോടിയിൽ എത്തിച്ച കുഞ്ഞിൻ്റെ പേര്. ഉത്തരം വിനീസ് മാബൻ. ലോക ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. ഉത്തരം ഡെമോഗ്രഫി. ഇൻ്റർനെറ്റിൽ ലോക ജനസംഖ്യയുടെ കണക്കുകൾ കാണുന്നത് എവിടെയാണ്? ഉത്തരം വേൾഡ് പോപ്പുലേഷൻ ക്ലോക്ക്.
എല്ലാ പൗരന്മാർക്കും നീതി ലഭിക്കുന്നതിന് സൗജന്യ നിയമസഹായം നൽകേണ്ടത് ഭരണ സംവിധാനത്തിൻ്റെ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? ഉത്തരം ആർട്ടിക്കിൾ 39A. ക്രസ്റ്റേഷ്യൻ ജലജീവികൾക്ക് ഉദാഹരണം? ഉത്തരം ചെമ്മീൻ, ഞണ്ട്. ഒരു സ്കൂൾ തുറക്കാൻ ആളൊരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് പ്രസ്താവിച്ച എഴുത്തുകാരൻ ആരാണ്? ഉത്തരം വിക്ടർ ഹ്യൂഗോ. മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റർ ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ നിലവിൽ വരുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം കോമ്പൗണ്ടർ ആപ്ലിക്കേഷൻ. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പരസ്യം ചെയ്യപ്പെട്ട കന്നഡ സിനിമ? ഉത്തരം ലവ് യു. ഡിജിറ്റൽ പിന്നിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം ഡിജിറ്റൽ പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ. കറുത്തെയ്യത്തെ സ്വർണ്ണമാക്കി വിസ്മയം സൃഷ്ടിച്ച പരീക്ഷണശാല? ഉത്തരം സെറൻ. 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലെ ലേഡീസ് സിംഗിൾസ് ടെന്നീസ് കിരീടം നേടിയത്? ഉത്തരം ഇഗ സ്വീടെക്. വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാൻ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയം വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സമിതി ഇന്ത്യയിലെ ഏത് പുരസ്കാര ജേതാവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം ഗാന്ധി സമാധാന സമ്മാനം. ഉക്രൈൻ ഡ്രോൺ ആക്രമണ പ്രവർത്തനത്തിൻ്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ സ്പൈഡർ വെബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയം നാട്ടകത്ത്. വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുമ്പ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം? ഉത്തരം സീ ഫ്ലഡ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാംപ് സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? ഉത്തരം സൂക്ഷ്മ, ചെറുകിട, ഇടത്തര വ്യവസായ സംരംഭങ്ങൾ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പ്രോട്ടീൻ ഉപയോഗത്തിൽ ഒന്നാമതെത്തിയത്? ഉത്തരം കേരളം. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ്? ഉത്തരം ആസ്ത പുനിയ. 2025 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി സന്ദർശിച്ച രാജ്യം? ഉത്തരം ബ്രസീൽ. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ AI റോബോട്ടിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഉത്തരം കൊട്ടാരക്കര. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുത വിമാനം? ഉത്തരം അലിയ CX-300. കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം? ഉത്തരം നീല നിറം. 2025-2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്നത്? ഉത്തരം തൃശ്ശൂർ. അടുത്തിടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഓറൽ കോളറ വാക്സിൻ ഏതാണ്? ഉത്തരം ഹിൽകോൾ. RBIയുടെ 90-ാം വാർഷികത്തിൻ്റെ ഭാഗമായി പൂർത്തിയാക്കിയ സീരീസ്? ഉത്തരം RBI അൺലോക്ഡ് ബിയോണ്ട് ദ റുപ്പി. കടുവ സങ്കേതത്തിന് പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട പ്രദേശം? ഉത്തരം വയനാട്.
ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? ഉത്തരം നുവാപാഡ, ഒഡീഷ. കാലാവസ്ഥാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം അതിതീവ്രത മഴയായി പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര മില്ലി കൂടുതൽ മഴ ലഭിക്കണം? ഉത്തരം 204.4 മില്ലി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ CEO-യുമായി നിയമിതയായ മലയാളി? ഉത്തരം പ്രിയ നായർ. രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്? ഉത്തരം മാവേലിക്കര. ഇന്ത്യയുമായി അന്തർവാഹിനി സഹകരണ മേഖലയിൽ 2 പുതിയ കരാറുകളിൽ ഒപ്പുവച്ച രാജ്യം? ഉത്തരം ദക്ഷിണാഫ്രിക്ക. തേനീച്ചകളിൽ ആൺ തേനീച്ചകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഡ്രോൺസ്. തേനീച്ചകൾക്ക് വേനൽക്കാലത്ത് ഒരു ദിവസം എത്ര മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും? ഉത്തരം ഏകദേശം 2500 മുട്ടകൾ. തേനീച്ചകൾ കൂട്ടത്തോടെ ജീവിക്കുന്നതിന് പറയുന്ന പേര്? ഉത്തരം കോളനികൾ. ISROയുടെ 100ാമത്തെ ദൗത്യം 2025 ജനുവരി 29-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഏതാണ് ആ ഉപഗ്രഹം? ഉത്തരം NVS-02. ആരാണ് ലോട്ടസ് മഹൽ നിർമ്മിച്ചത്? ഉത്തരം കൃഷ്ണദേവരായർ. ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ്. ലോട്ടസ് മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടകയിലെ ഹംപിയിൽ. പസഫിക് സമുദ്രത്തിന് പേര് നൽകിയതാര്? ഉത്തരം പോർച്ചുഗീസ് സഞ്ചാരി ഫെർഡിനൻഡ് മഗല്ലൻ. ഏതു വർഷമാണ് EMS മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്? ഉത്തരം 1957. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ച്? ഉത്തരം ഖാലിദ് ജമീൽ. തേനീച്ചകളിൽ തൊഴിലാളികളായി ജോലി ചെയ്യുന്നത് പെൺ തേനീച്ചകളാണോ ആൺ തേനീച്ചകളാണോ? ഉത്തരം പെൺ തേനീച്ചകൾ. തേനീച്ചകളുടെ പരമാവധി വേഗത എത്ര? ഉത്തരം മണിക്കൂറിൽ 25 കിലോമീറ്റർ വരെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന ഏടായി അറിയപ്പെടുന്നത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. തൊഴിലാളി തേനീച്ചകളുടെ ആയുസ് എത്ര നാൾ? ഉത്തരം ഏകദേശം 5 മുതൽ 6 ആഴ്ച വരെ. ഏതു വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? ഉത്തരം 1924 മാർച്ചിൽ. തേനീച്ചകൾ ഒരു സെക്കൻഡിൽ എത്ര തവണ അവരുടെ ചിറകുകൾ വീശും? ഉത്തരം ഏകദേശം 200 തവണ. എന്നാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? ഉത്തരം 1929. തേനീച്ചകൾ നല്ല ആഹാരത്തിന് ഉറവിടം പങ്കുവയ്ക്കുന്നത് എങ്ങനെ? ഉത്തരം നൃത്തം ചെയ്ത്. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന ഗീതം? ഉത്തരം വരിക വരിക സഹചരേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം? 1947. ആരാണ് ഉപ്പു സത്യാഗ്രഹ ഗീതമായ വരിക വരിക സഹചരേ എഴുതിയത്? ഉത്തരം അംശി നാരായണപിള്ള. എന്നാണ് ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത്? ഉത്തരം 1930 ഏപ്രിൽ 13-ന്. കോഴിക്കോട് നിന്നും ഉപ്പു സത്യാഗ്രഹ യാത്ര എന്നാണ് കാൽനടയായി പയ്യന്നൂരിലെത്തിയത്? ഉത്തരം 1930 ഏപ്രിൽ 23-ന്. ഏത് ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? ഉത്തരം ആലപ്പുഴ ജില്ലയിൽ. എന്നാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്?
ഉത്തരം 1946. റിയൽ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ഉത്തരം കംബോഡിയ. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനമാണ്. ഈ തീയതി മറ്റേത് അന്താരാഷ്ട്ര ദിനവും കൂടിയാണ്? ഉത്തരം ലോക പ്രകൃതി സംരക്ഷണ ദിനം. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പൂനെ. സിന്നബാർ ഏത് ലോകത്തിൻ്റെ അയിരാണ്? ഉത്തരം മെർക്കുറി. ആരോഗ്യം ആനന്ദം എന്നത് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാൻ നടത്തുന്ന യജ്ഞമാണ്? ഉത്തരം അർബുദം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ സിന്ധു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത? ഉത്തരം ക്രിസ്റ്റി കവൻട്രി. 2025 ഫിഡെ വനിതാ ലോകകപ്പിൽ കിരീടം നേടിയതാരാണ്? ഉത്തരം ദിവ്യ ദേശ്മുഖ്. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന AI മോഡലിൻ്റെ പേരെന്താണ്? ഉത്തരം അറോറ. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ? ഉത്തരം കൈരളി. 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? ഉത്തരം കന്നഡ. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ? ഉത്തരം മൗസിഡ്രോം, മേഘാലയ. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ഉത്തരം ആർട്ടിക്കിൾ 21. കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി? ഉത്തരം കോഴിക്കോട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ? ഉത്തരം റേഡിയോ നെല്ലിക്ക. കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് സ്വീകരിച്ച നാമം? ഉത്തരം ലിയോ 14. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി? ഉത്തരം തോമസ് കുര്യൻ. മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ ധരാലി. GI ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ്? ഉത്തരം ഇടുക്കി ജില്ല. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം? ഉത്തരം ക്രിക്കറ്റ്. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓ പുരസ്കാരം നേടിയത്? ഉത്തരം ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ്? ഉത്തരം ന്യൂസിലൻഡ്. ഭൂകമ്പ ബാധിതരായ മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര്? ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ. താങ്ക്സ് ഫോർ വാച്ചിങ്.